അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം രണ്ടാമത്തെ സ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ 41 ശ്ലോകം മുതൽ 52 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ഇത്യുക്ത്വാ നിര്യയൗ വ്യാസ സാപി പിത്രാന്തികം ഗതാം. ദ്വീപേന്യസ്തസ്തയാ ബാലസ്തസ്മാൽ ദ്വൈപായനോഭവൽ. ജാതമാത്രോ ജഗാമാശു വൃദ്ധിം വിഷ്ണുംശയോഗതാം. തീർത്ഥേ തീർത്ഥേ കൃതസ്നാനശ്ചചാര തപ ഉത്തമം. ഏവം ദ്വൈപായനോ ജജ്ഞേ സത്യവത്യാം പരാശരാൽ. ചകാര വേദശാഖാശ്ച പ്രാപ്തം ജ്ഞാത്വാ കലേർയുഗം. വേദവിസ്താരകരണാൽ വ്യാസനാമാഭവൻ മുനി. പുരാണസംഹിതാശ്ചക്രേ മഹാഭാരതമുത്തമം. ശിഷ്യാനധ്യാപയാമാസ വേദാൻ കൃത്വാ വിഭാഗശഃ. സുമന്തും ജൈമിനിം പൈലം വൈശമ്പായനമേവ ച. അസിതം ദേവലം ചൈവ ശുകം ചൈവ സ്വമാത്മജം. ഏതच्च കഥിതം സർവം കാരണം മുനിസത്തമാ. സൂത ഉവാച സത്യവത്യാഃ സുതസ്യാപി സമുത്പത്തിസ്തഥാ ശുഭാ. സംശയോത്ര ന കർത്തവ്യ സംഭവേ മുനിസത്തമാ. മഹതാം ചരിതേ ചൈവ ഗുണാഗ്രാഹ്യാ മുനേരിതി. കാരണാച്ച സമുത്പത്തി സത്യവത്യാ ഝഷോദരേ.
പരാശരേണ സംയോഗ പുനഃ ശന്തനുനാ തഥാ അന്യഥാ തു മുനേശ്ചിത്തം കഥം കാമാകുലം ഭവേൽ. അനാര്യജുഷ്ടം ധർമ്മജ്ഞ കൃതവാൻ സ കഥം മുനി സകാരണേയമുൽപ്പത്തി കഥിതാശ്ചര്യകാരിണീ. ശ്രുത്വാ പാപാച്ച നിർമുക്തോ നരോ ഭവതി സർവഥാ യ ഏതൽ ശുഭമാഖ്യാനം ശൃണോതി ശ്രുതിമാൻ നര ന ദുർഗതിമവാപ്നോതി സുഖീ ഭവതി സർവദാ. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ ദ്വിതീയസ്കന്ധേ ദ്വിതീയോऽധ്യായः. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം ഇന്ന് രണ്ടാമത്തെ സ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ 41 മുതൽ 52 കൂടിയുള്ള ശ്ലോകങ്ങളുടെ തർജ്ജമ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇങ്ങനെ പറഞ്ഞ ശേഷം വ്യാസൻ മെല്ലെ യാത്രയായി. ഇതു കേട്ടു സത്യവതി അച്ഛൻ്റെ അടുത്തും. ദ്വീപിൽ വെച്ചു വെടിഞ്ഞ ബാലനായതിനാലേയവൻ ദ്വൈപായനൻ എന്ന പേരിൽ പ്രസിദ്ധനായി. വിഷ്ണുവിൻ്റെ അംശത്തിനാൽ ജനിച്ചവനായതിനാൽ വളരെ വേഗത്തിൽ തന്നെ വലുതായല്ലോ. തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തു വേദവ്യാസൻ പലവട്ടം ഉത്തമമാം തപസ്സിനെ അനുഷ്ഠിച്ചല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഈ വിധം സത്യവതിയിൽ ദ്വൈപായനൻ ജനിച്ചല്ലോ. കലിയാരംഭത്തെ കണ്ടു വേദം വ്യസിച്ചു. വേദം വിഭജിച്ചതിനാൽ വേദവ്യാസനായി പിന്നെ പുരാണവും ഭാരതവും രചിച്ചുവല്ലോ. വേദം വിഭജിച്ച ശേഷം സുമന്തു ജൈമിനി പൈലൻ വൈശംപായൻ അസീതൻ ദേവലൻ പിന്നെയോ പുത്രനായ ശുകനെയും അവയെല്ലാം പഠിപ്പിച്ചു. നിങ്ങളുടെ ചോദ്യത്തിനു ഉത്തരമായി അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സൂതൻ പറഞ്ഞു, സത്യവതിയുടെയും തൻ പുത്രന്റെയും ഉൽപ്പത്തിയെ സത്യമായി പറ
കാരണമുണ്ട്. അതുപോലെ സത്യവതി മീൻവയറ്റിൽ പിറന്നതും പ്രത്യേകമാം ചില കാരണങ്ങളാണല്ലോ. പരാശരനുമായിട്ടും പിന്നീടു ശന്തനുവായും ചേർന്നതിലും പ്രത്യേകമാം കാരണമുണ്ട്. മറിച്ചാകില്ലിത്രയേറെ ശ്രേഷ്ഠനായ മുനിയുടെ മനസ്സു കാമാകുലമായി മാറുകില്ലല്ലോ. സജ്ജനങ്ങൾക്കു ചേരാത്ത കാര്യം മുനി ചെയ്തിടുമോ? സകാരണമത്രേ കഥ ചൊല്ലിയതെല്ലാം. ഈ കഥയെ കേട്ടിടുകിൽ മനുജനോ സർവവിധ പാപങ്ങളും ഒഴിവായി പുണ്യം നേടിടും. ഒരുവിധ ദുർഗതിയും അവനെ ബാധിക്കയില്ല. സർവകാലമവൻ സുഖിയായി മാറിയിടും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു നാദാംബികേ. ജഗദംബികയായ ഭഗവതിയുടെ അനൽപമായ കാരുണ്യാതിരേകം കൊണ്ട് അമ്മയെ അറിയാനെന്ന അക്ഷരപൂജ ഇന്ന് 114 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം മുതൽ 52 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും ഇപ്പത പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കാൻ തുടങ്ങുന്നതും. ഇവിടെ പറയുകയാണ്, അമ്മയോട് വേദവ്യാസൻ പറഞ്ഞു, അമ്മ പൊക്കോളൂ, എന്നെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ട. അമ്മയ്ക്ക് എപ്പോൾ ആവശ്യം വന്നാലും അമ്മയുടെ മുമ്പിൽ ഈ മകൻ എത്തിച്ചേരും, ഒട്ടും തന്നെ ദുഃഖം വേണ്ട എന്ന് പറഞ്ഞയക്കുന്ന രംഗമാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. ഇത്യുക്ത്വാ നിര്യയോ വ്യാസ, അങ്ങനെ പറഞ്ഞ് വ്യാസൻ അവിടെ നിന്ന് പോയി. സാപി പിത്രാന്തികം ഗത, അവളും അല്ലെങ്കിൽ സത്യവതി ആ വ്യാസന്റെ അമ്മയും അച്ഛൻ്റെ അടുത്തേക്ക് ദാശരാജാവിൻ്റെ അടുത്തേക്ക് പോയി. ദ്വീപേ ന്യസ്തസ്തയാ ബാലസ്തസ്മാൽ ദ്വൈപായനോ ഭവൽ, അവൾ ദ്വീപിൽ വെച്ച് വെടിഞ്ഞു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു ആ ബാലനെ, അതുകൊണ്ട് ആ ഉണ്ണി ദ്വൈപായനൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി അല്ലെങ്കിൽ പ്രസിദ്ധനായി. ജാതമാത്രോ ജഗാമാശു വൃദ്ധിം വിഷ്ണുംശയോഗത, വിഷ്ണുവിൻ്റെ ആ കലയാകുന്ന അംശത്തോടുകൂടി ജനിച്ചവനാണ് എന്നുള്ളത് കൊണ്ട് അപ്പോൾ തന്നെ അങ്ങോട്ട് വളർന്നു വലുതായി. തീർത്ഥേ തീർത്ഥേ കൃതസ്നാനശ്ചാര തപ ഉത്തമം, പല പല തീർത്ഥങ്ങളിൽ നിന്നും സ്നാനം ചെയ്ത്
ഏറ്റവും ഉത്തമമായ തപസ് അനുഷ്ഠിച്ചു ഈ ദ്വൈപായനൻ എന്ന് പറയുന്നു. ഏവം ദ്വൈപായനോ ജജ്ഞേ സത്യവത്യാം പരാശരാൽ. ഇങ്ങനെ പരാശരന് സത്യവതിയിൽ ദ്വൈപായനനുണ്ടായി. ചകാര വേദശാഖാശ്ച പ്രാപ്തം ജ്ഞാത്വ കലർയുഗം. കലിയുഗം വരാൻ പോവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ ദീർഘദൃഷ്ടി കൊണ്ടത് മനസ്സിലാക്കി അദ്ദേഹം ആ ദ്വൈപായനൻ വേദത്തെ വിഭജിച്ചു. വേദശാഖാശ്ച ചകാര. വേദത്തെ പലതായി വിഭജിച്ചു. വേദവിസ്താരകരണാൽ ആ വേദത്തെ വിസ്തരിച്ചു അല്ലെങ്കിൽ വേദത്തെ വിഭജിച്ചു എന്നുള്ളത് കൊണ്ട് വ്യാസനാമാഭവൻ മുനി, വ്യാസൻ എന്ന പേരോടുകൂടിയനായി തീർന്നു ഈ മഹർഷി, ഈ മുനി. പുരാണ സംഹിതാശ്ചക്രേ. അത് കഴിഞ്ഞ് അദ്ദേഹം പുരാണ സംഹിതകൾ പലതും നിർമ്മിച്ചു. കൂടാതെ മഹാഭാരതം ഉത്തമമായിരിക്കുന്ന മഹാഭാരതവും അദ്ദേഹം നിർമ്മിച്ചു. എന്നിട്ടോ ശിഷ്യാനധ്യാപയാമാസ. ശിഷ്യന്മാരെ ഇത് പഠിപ്പിച്ചു. താൻ ആ നിർമ്മിച്ച പുരാണങ്ങൾ, ഇതിഹാസമായിരിക്കുന്ന മഹാഭാരതം, വേദങ്ങൾ, ഇതിനെയൊക്കെ ശിഷ്യാനധ്യാപയാമാസ. ഏതൊക്കെയാണ് ശിഷ്യന്മാര് എന്നാ പറയണത്? അപ്പോൾ വേദങ്ങളെ പലതായിട്ട് ഓരോരുത്തർക്കും ഏൽപ്പിച്ചു. അപ്പൊ സുമന്തു, ജൈമിനി, പൈലൻ, വൈശമ്പായനൻ, അസിതൻ, ദേവലൻ, അതേപോലെ സ്വമാത്മജം ശുകം ചൈവ, തൻ്റെ പുത്രനായിരിക്കുന്ന ആ ശുകനെയും ഇത് പഠിപ്പിച്ചു. ഏതച്ച കഥിതം സർവം കാരണം മുനിസത്തമ. സുതം പറയാണ്, ഇങ്ങനെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അതിനുള്ള കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ, അതിനുള്ള കാരണം ഞാനിപ്പോൾ ഇതാ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് സൂതൻ പറയാണ്, സത്യവത്യാ സുതസ്യാപി സമുൽപത്തിസ്ഥത ശുഭ സംശയോത്രന കർത്തവ്യ സംഭവേ മുനി സപ്തമ. സത്യവതിയുടെയും അതേപോലെ സുതസ്യാപി മകന്റെയും ഉത്തമമായ ഉൽപ്പത്തി വേണ്ടതുപോലെ ഞാൻ പറഞ്ഞു. ഹേ മുനിസത്തമരെ, ഈ കഥയിൽ ഒട്ടും തന്നെ നിങ്ങൾ സംശയിക്കേണ്ടതില്ല. കാരണം ഇത് പരിപൂർണമായി സത്യമാണ്. മഹതാം ചരിതേ ചൈവ ഗുണാഗ്രാഹ്യ മുനേരിതി. മഹാത്മാക്കളുടെ കഥകളിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് എന്താണ്? അതിൻ്റെ ഗുണങ്ങളെ മാത്രമാണ്. ഇപ്പം ഇവിടെ പറയുകയാണ്, മുനിയുടെ ജനനത്തിനും മുനേരിതി കാരണാച്ച സമുൽപ്പത്തി സത്യവത്യ ജഷോദരേ. സത്യവതി ഒരു മീനിൻ്റെ വയറ്റിൽ പിറന്നതിനും അതേപോലെ വ്യാസന്റെ ജനനത്തിനും മുനിയുടെ ജനനത്തിനും വ്യക്തമായ കാരണങ്ങളുണ്ട്. പരാശരേണ സംയോഗ പുനഃശന്തനുന തഥാ. പരാശരനുമായി ചേർന്നതും പിന്നീട് ശന്തനുവുമായി ചേർന്നതും അതേപോലെ അന്യഥാതു മുനേശ്ചിത്തം. ഇതിനൊക്കെ കാരണമുണ്ട്. മറിച്ചാണെങ്കിൽ മഹർഷിയുടെ മനസ്സ് കഥം കാമാകുലം ഭവേൽ. എങ്ങനെയാണ് കാമാകുലമായിട്ട് തീരുക? മഹർഷിക്ക് അങ്ങനെ ഒരു തോന്നലേ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതിന് പിന്നിലൊക്കെ ചില കാരണങ്ങൾ ഇല്ലാതല്ല, അതൊക്കെ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയാണ്. ഈശ്വര സങ്കല്പങ്ങൾ പലതും ഉണ്ട് ഇവിടെ. അനാര്യജുഷ്ടം ധർമ്മജ്ഞ കൃതവാൻ സാ കഥം മുനി സകാരണേയമുൽപ്പത്തി കഥിതാശ്ചര്യകാരിണി. ഇപ്പൊ സജ്ജനങ്ങൾക്ക് ചേരാത്തത് ധർമ്മജ്ഞനായിരിക്കുന്ന മുനി ചെയ്യോ? ഒരിക്കലും ചെയ്യില്ല, അല്ലേ? അധർമ്മം മുനിമാര് ചെയ്യില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ചിലപ്പോ ചില ആവശ്യങ്ങളെ മുൻനിർത്തിയിട്ടാവും, ഭഗവാന്റെ സങ്കല്പത്തെ അറിഞ്ഞിട്ടാവും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കഥയിലെ അത്ഭുതാവഹമായിരിക്കുന്ന ഈ ജനനം എന്ന് പറയുന്നത് സകാരണം, കാരണത്തോടു കൂടിയതാണ്, അല്ലാതെ വെറുതെ പറയുന്നതല്ല. സകാരണം എന്ന് അവിടെ പറയുകയും ചെയ്യുന്നു. സകാരണേയം ഉൽപ്പത്തി എന്നാണ്. ശ്രുത്വാ പാപാച്ച നിർമുക്തോ നരോ ഭവതി സർവധാ. ഈ ശുഭമായ ഈ കഥ കേൾക്കുന്ന മനുഷ്യൻ എല്ലാ പാപങ്ങളിൽ നിന്നും നിർമുക്തനായിട്ട് എല്ലാ പ്രകാരത്തിലും സർവഥാ പാപവിമുക്തനാവും. ഏതൽ ശുഭമാഖ്യാനം ശ്രുത്വ ശൃണോതി ശ്രുതിമാൻ നര എന്നാണ്. അപ്പൊ പാപവിമുക്തനായിട്ട് തീരും, കീർത്തിമാനായിട്ട് തീരും. പിന്നെയോ ന ദുർഗതിം അവാപ്നോതി.
അങ്ങനെയുള്ള ആൾക്ക് ഒരിക്കലും ഒരു ദുർഗതിയും ഒരു തരത്തിലുള്ള ദോഷങ്ങളും അവനുണ്ടാവില്ല. സുഖീ ഭവതി സർവദ, എല്ലാ തരത്തിലും ഈ ആൾ സുഖിമാനായിട്ട് തീരും, എല്ലാ ദുഃഖങ്ങളും തീരുകയും ചെയ്യും എന്ന് പറയുന്ന 52-ാമത്തെ ശ്ലോകം. അതോടുകൂടി അത് സമർപ്പണ ശ്ലോകമാണ്. ഈ അധ്യായത്തിൻ്റെ 2-ാമത്തെ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കപ്പെടുന്നു. നാളെ നമുക്ക് 3-ാമത്തെ അധ്യായം, ശന്തനുവും ഗംഗയും തമ്മിലുള്ള വിവാഹം, അത് ഋഷീശ്വരന്മാര് അതിനെക്കുറിച്ചുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നാളെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി പിറ്റേന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നാളെ 3-ാമത്തെ അധ്യായം, 2-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 14 ശ്ലോകങ്ങൾ നമ്മൾ അനുസ്മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അത് വേണ്ടതുപോലെ ആക്കട്ടെ ഭഗവാൻ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവത് പാദങ്ങളിൽ ഇന്ന് സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.
കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.